ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി കണ്ടതായി ഔഖഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുപ്രകാരം ബലിപെരുന്നാൾ ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഔഖഫ് മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതര GCC രാഷ്ട്രങ്ങളിലും ജൂൺ 6-നാണ് ബലിപെരുന്നാൾ. എന്നാൽ കേരളത്തിൽ ജൂൺ 7-നാണ്. പെരുന്നാൾ പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. ഔദ്യോഗിക അവധി ദിവസങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി അവധി ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. പ്രവാസികൾ പലരും പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. സ്കൂൾ വേനലവധിക്കാലം ആരംഭിക്കുന്നതോടെ കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് പോകും. അതേസമയം ബലിപെരുന്നാളിനെ വരവേൽക്കാൻ രാജ്യം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിപണിയിലും ഉണർവ് പ്രകടമായിട്ടുണ്ട്. പെരുന്നാളാഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. വേനൽ അവധി ബലിപെരുന്നാൾ സീസണിലും യാത്രക്കാർ കുറഞ്ഞതോടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികൾ നിർബന്ധിതരാകുന്നു. പെരുന്നാളിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലടക്കം വിവിധ കേരള സെക്ടറുകളിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ റൂട്ടുകളിൽ 4 ഇരട്ടിയിലും അധികമാണ് നിരക്ക് ഉണ്ടായിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള സീസൺ സമയങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളും ബഹിഷ്കരണവും പരാതിയും ഒപ്പുശേഖരണവും വർഷങ്ങളായി പ്രവാസികൾ നടത്തിയിട്ടും ഒരു നടപടിയും ഇല്ലാതിരുന്നു. എങ്കിലും ഇപ്പോൾ യാത്രക്കാർ കുറഞ്ഞതോടെ നിരക്ക് കുത്തനെ കുറയ്ക്കാൻ വിമാന കമ്പനികൾ സ്വയം തയ്യാറായിരിക്കുകയാണ്. എന്നാൽ അവധിക്ക് നാട്ടിൽ പോകാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് കനത്ത നഷ്ടം സംഭവിച്ചത്. മെയ് അവസാന ദിവസങ്ങളിലും ജൂൺ ആദ്യത്തിലും കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ 130 മുതൽ 160 റിയാലിന് വരെ മുൻകൂട്ടി ടിക്കറ്റുകൾ എടുത്തവരുണ്ട്. ഇപ്പോൾ അതേ ദിവസം അതേ വിമാനത്തിൽ 60-നും 80-നും ഇടയിൽ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ബലിപെരുന്നാളിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും കോഴിക്കോട്ടേക്ക് 60 റിയാലും കണ്ണൂരിലേക്ക് 86 റിയാലും തിരുവനന്തപുരം സെക്ടറിൽ 73 റിയാലും കൊച്ചിയിലേക്ക് 71 റിയാലുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈറ്റിൽ കാണിക്കുന്ന നിരക്ക്. ബലിപെരുന്നാളും സ്കൂൾ അവധിയും ഒന്നിച്ചു വന്നപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് 160-ന് മുകളിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. നിരക്ക് ഇനിയും കൂടേണ്ടെന്ന് കരുതി ഇതിനോടകം തന്നെ ടിക്കറ്റ് എടുത്തവരാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. നേരത്തെ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാമോ എന്ന അന്വേഷണവുമായി പലരും എത്തുന്നുണ്ടെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാമെയർ, ഇൻഡിഗോ എന്നീ ബഡ്ജറ്റ് എയർലൈനുകൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ വലിയ തുക നഷ്ടമാകും. അതിനാൽ ക്യാൻസൽ ചെയ്ത് മറ്റൊരു ടിക്കറ്റ് എടുക്കുന്നത് പ്രായോഗികമല്ല. അതേസമയം പഴയ പോലെ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തു വയ്ക്കുന്ന ശീലം പ്രവാസികൾക്കിടയിൽ കുറഞ്ഞു വരികയാണ്. സീസൺ ടൈമിൽ വിമാന കമ്പനികൾ അവരുടെ സൈറ്റിൽ ഉയർന്ന നിരക്കാണ് കാണിക്കുക. ദിവസം അടുക്കും തോറും ബുക്കിംഗ് കൂടുതൽ നടന്നില്ലെങ്കിൽ നിരക്ക് കുറയ്ക്കും. യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് നിരക്ക് വളരെ കുറയും. ചിലപ്പോൾ മറിച്ചും സംഭവിക്കാമെന്നും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ ലൈസൻസ് പ്ലേറ്റുകൾ റോയൽ ഒമാൻ പോലീസ് ഏർപ്പെടുത്തി. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ഔദ്യോഗിക സർക്കുലറിലൂടെ ROP വ്യക്തമാക്കി. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് അവയ്ക്ക് പ്രത്യേക ലൈസൻസ് പ്ലേറ്റുകൾ നൽകുന്നത്. കൂടുതൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും ശുദ്ധമായ ഗതാഗത ബദലുകൾ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ നടപടി. എല്ലാ ഇലക്ട്രോണിക് വാഹന ഉടമകളും ഉപഭോക്താക്കളും ഈ മാറ്റം ശ്രദ്ധിക്കണമെന്നും ROP അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ദൂരക്കാഴ്ച കുറയാനും കടലിൽ തിരമാല ഉയരാനും കാറ്റ് കാരണമാകുമെന്നും അധികൃതർ പറഞ്ഞു. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിയും മണ്ണും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കാം. ഈ വർഷം ആദ്യപാദത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ 35% വർധനവുണ്ടായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അപേക്ഷിച്ചാണിത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇരകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ഹബീബ് അൽ ഖുറൈഷി പറഞ്ഞു.
സാങ്കേതിക പഴുതുകളും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉപയോക്താവിന് മതിയായ ബോധമില്ലാത്ത സ്ഥിതിയും ചൂഷണം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നു. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും നിയമപാലന ഏജൻസികളും പൊതുജനങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം ആവശ്യമാണ്. അംഗീകൃത പ്ലാറ്റ്ഫോമുകളെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളാണ് പൊതുവായ തട്ടിപ്പ്. ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകൾ വരുന്നുണ്ട്. സുപ്രധാന ബാങ്കിംഗ് വിശദാംശങ്ങൾ നൽകാനോ തട്ടിപ്പുകാർക്ക് പേയ്മെന്റ് ചെയ്തു കൊടുക്കാനോ ഉപയോക്താക്കൾ ഇത് ഉപയോഗിക്കും. OTP നൽകിയാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിക്കപ്പെടും. വ്യാജ അക്കൗണ്ടുകളിലൂടെയോ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്ന നിലയ്ക്കോ ഇത് പിൻവലിക്കുന്നതിനാൽ തിരിച്ചെടുക്കാനും സമയമെടുക്കും. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ ഒമാൻ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൽ ഒമാനിലെത്തി. അൽ ആലം കൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണത്തോടെയാണ് പ്രസിഡന്റിനെ ഒമാൻ വരവേറ്റത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി. ഒമാനും ഇറാനും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചാണ് ഉന്നതതല ചർച്ചകൾ നടന്നത്. പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സഹകരണത്തിനുമുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. പ്രധാന പ്രാദേശിക വികസനങ്ങളെക്കുറിച്ച് സുൽത്താനും ഇറാൻ പ്രസിഡന്റും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ചയും ചെയ്തു. വ്യവസായം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വിവിധ സഹകരണ കരാറുകളിലും ഒപ്പുവെച്ചു. നേരത്തെ റോയൽ വിമാനത്താവളത്തിൽ എത്തിയ ഇറാൻ പ്രസിഡന്റിനെയും പ്രതിനിധി സംഘത്തെയും ഒമാൻ പ്രതിരോധ ഉപപ്രധാനമന്ത്രിയാണ് സ്വീകരിച്ചത്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഇന്ന് ലബനനെ നേരിടും. മസ്കറ്റിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. ദേശീയ ക്യാമ്പിലെ മികച്ച മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ടീം ഇന്ന് കളത്തിലിറങ്ങുന്നത്. യുവതാരങ്ങൾക്കടക്കം ഇരുപാദങ്ങളിലുമായി അവസരം ലഭിച്ചേക്കും. കഴിഞ്ഞ ദിവസം ഒമാൻ നൈജീരിയയ്ക്കെതിരെയും സൗഹൃദ മത്സരം കളിച്ചിരുന്നു. 1-4 ഗോളുകൾക്കായിരുന്നു ഒമാൻ വിജയം സ്വന്തമാക്കിയത്. സൗഹൃദ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവരെയാകും യോഗ്യതാ മത്സരങ്ങളിലേക്ക് പരിഗണിക്കുക. അടുത്ത മാസം 5-ന് ജോർദാനിനെതിരെയും 10-ന് ഫലസ്തീനെതിരെയുമാണ് ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ. 2 മത്സരങ്ങളിലും വിജയം ഉറപ്പിക്കാനായാൽ ഒമാന്റെ ലോകകപ്പ് സ്വപ്ന സാധ്യതകൾ നിലനിൽക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.